മാനിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളെ മാനിക്കുന്ന ദൈവം. നമ്മൾ ദൈവസന്നിധിയിൽ കരയണം. ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്ത ഒന്നാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കരയണം ദൈവസന്നിധിയിൽ. നമ്മൾ കരയുക മാത്രമല്ല, നമ്മുടെ തലമുറകളെ കരയാൻ പഠിപ്പിക്കുകയൂടി ചെയ്യണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കരയുന്ന ദൈവസന്നിധിയിൽ കരയുന്ന കണ്ണുനീരിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ദൈവം മുമ്പാകെ കരയുന്ന ഒരു വ്യക്തി പോലും ഒരു മനുഷ്യന്റെ മുമ്പിൽ കരയുവാനും ദൈവം അനുവദിക്കില്ല. നമ്മളെ കരുതുന്ന ദൈവമാണ്, നമ്മളെ മാനിക്കുന്ന ദൈവമാണ്, നമ്മളെ വിട്ടുമാറാത്ത ദൈവമാണ്, നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. നമ്മളെ ഒരു നന്മയും മുടക്കാതെ നമ്മുടെ നന്മയ്ക്കൊന്നും കുറവ് വരുത്താതെ നമ്മളെ കാക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ എല്ലാ അനർത്ഥത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾക്ക് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പമാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് ഒരു വീടിന്റെ കോളിംബെൽ അടിച്ച് അമ്മയെ വലതും തായേ എന്ന് പറഞ്ഞു. ആ വീട് വാതിൽ തുറന്നില്ല. വീട്ടില് ഉടമസ്ഥൻ വാതിൽ തുറക്കുന്നില്ല. രണ്ടാമത് വീണ്ടും കോളിംബെൽ അടിക്കുന്നു. അമ്മയെ വലതും തായേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ നീട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ വാതിൽ തുറക്കുന്നില്ല. മൂന്നാമതും നാലാമതും അങ്ങനെ വിളിക്കുന്നു. പക്ഷെ ആ വാതിൽ തുറക്കാത്തത് കൊണ്ട് അവന് വേണ്ടിയിട്ട് ആ വാതിൽ തുറക്കാത്തത് കൊണ്ട് അവൻ അടുത്ത വീട്ടിലേക്ക് ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് നമ്മുടെ മക്കളാണെങ്കിൽ, നമ്മുടെ മകനോ മകളോ ആണെന്നിരിക്കട്ടെ, അവിടെ നമ്മൾ കോളിംഗ് ബെൽ അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കോളിംഗ് ബെൽ അടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം അടിച്ചു, അത് വാതിൽ തുറന്നില്ല. അപ്പോൾ വിചാരിക്കും അമ്മ വല്ല തിരക്കിലായിരിക്കും, പറമ്പിലായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും മുട്ടും, അല്ലെങ്കിൽ വീണ്ടും കോളിംഗ് ബെൽ അടിക്കും, തുറക്കാത്തതുകൊണ്ട് അലക്കുമായിരിക്കും എന്ന് വിചാരിക്കും. നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. എങ്ങനെ അത് ആ വാതിൽ തുറക്കുള്ളൂ, നമ്മൾ അവിടെ തന്നെ നിൽക്കും. അവൻ അയൽവക്കത്തെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഈ ഭിക്ഷക്കാരൻ പോയതുപോലെ ഒരിക്കലും അവൻ വീട് തുറന്നില്ല എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും അവൻ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവന് ആ വീട്ടില് തന്റെ അപ്പനും അമ്മയുമാണ് അകത്തുള്ളത്, തനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് അവനുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരു വാതില് അവനില്ല, പോകുവാനായിട്ട് മറ്റൊരിടം അവനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവനറിയാം. ഞാൻ ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെയാണ്: അൻപുടയോനേ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയ്യ മറ്റൊരു വാതിൽ. ഈ പാട്ടിന്റെ അർത്ഥം ഇതാണ്: അപ്പാ, എന്റെ അപ്പാ, നീ എന്റെ മുമ്പിൽ ഈ വാതിലടച്ചാൽ എനിക്ക് തുറക്കുവാൻ, എനിക്ക് മുട്ടുവാൻ വേറൊരു വാതിൽ അറിയത്തില്ലപ്പാ എന്നാണ് അവിടെ പറയുന്നത്. ദാവീദ് പ്രാർത്ഥിച്ചതും ഇതുപോലെയാണ്: കർത്താവേ, എന്റെ നേരെ നീ മുഖം തിരിച്ചാൽ എനിക്ക് പിന്നെ ആരുടെ മുഖത്തേക്ക് നോക്കണം എന്നെനിക്ക് അറിയത്തില്ലപ്പാ. അതെ, നമ്മളെ മാനിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ മറന്നാലും നമ്മളെ മറന്നു കളയാത്ത ദൈവം, നമ്മളെ ഓർക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം, നമ്മുടെ തലമുറകളെ മാനിക്കുന്ന ദൈവം, ഒരു നന്മയ്ക്ക് നമുക്ക് മുട്ടുവരുത്താത്ത ദൈവം, അതെ, ഒരു അനർത്ഥത്തിൽ നിന്നെല്ലാം നമ്മളെ മറയ്ക്കുന്ന ദൈവം. ഈ ആപത്തനർത്ഥങ്ങൾ ഒഴിഞ്ഞുപോകോളും ഞാൻ അങ്ങയുടെ ചിറകിൽ ശരണം പ്രാപിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ അനർത്ഥങ്ങളെല്ലാം മാറുവോളം ദൈവം നമ്മളെ അവിടുത്തെ ചിറകിനടിയിൽ മറയ്ക്കുവാനായിട്ട് മതിയായ ദൈവമാണ്. നമ്മളെ മറക്കാതെ നമ്മളെ ഓർക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, നമ്മളെ മാനിക്കുന്ന, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.